അതല്ല, അത് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡല്ലേ. കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും ഉത്തരം പറയേണ്ട കാര്യത്തിന് എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ? അല്ല, അതൊക്കെ സ്വാഭാവികമായി ഇപ്പോൾ ഈ 3 പേരുടെ കാര്യത്തിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം എടുക്കും. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ സാധാരണ കോൺഗ്രസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് പ്രധാനം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോട് മാത്രമല്ല, ഞങ്ങളും എവിടെ ചെന്നാലും നമ്മുടെ ഇതൊരു വലിയ വിവാദമാക്കിയതിൽ ഒരു പ്രധാന പങ്ക് നിങ്ങളാണ് വഹിച്ചിട്ടുള്ളത്. നിങ്ങൾ വഹിച്ചിട്ടുള്ള ഈ മാധ്യമങ്ങളാണ് വലിയ വിവാദമാക്കിയത്. അല്ല, ആരും തടഞ്ഞിട്ടില്ല. അതൊക്കെ മാധ്യമങ്ങൾ തടഞ്ഞതാണ്. അല്ലാതെ അവരോട് ആളുകളെ ചോദിക്കുന്നതാണോ തടയുന്നത്? സാമൂഹ്യ മാധ്യമങ്ങളാണ് ഇപ്പോൾ. അല്ലല്ല, മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമാണ് ഇപ്പോൾ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിക്കുമോ? ഇല്ലല്ലോ, ഒരിക്കലും. വോട്ട് ചെയ്ത ജനങ്ങൾ 23-ാം തീയതിക്കുള്ളിൽ ഗവൺമെന്റ് ഉണ്ടായാൽ മതി. വോട്ട് ചെയ്ത ജനങ്ങൾ എങ്ങനെയാണ് ഇത് പരിഹസിക്കുന്നതാവുന്നത്? അതൊക്കെ കാവൽ മുഖ്യമന്ത്രി ഏൽപ്പിച്ചത് അടുത്ത ഗവൺമെന്റ് വരുന്നത് വരെ കാവൽ നിൽക്കാനാ. അദ്ദേഹം കാവൽ നിന്നോട്ടെ. നിങ്ങൾക്കുള്ള പ്രയാസം ഭരണഘടനാപരമായിട്ട് ആർക്കും ഇല്ലല്ലോ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞങ്ങളെ വിളിച്ചു, സംസാരിക്കട്ടെ, എന്താണ് അവർ ചോദിക്കുന്നത്, അതിനുള്ള മറുപടി ഞങ്ങൾ പറയും. ഇപ്പം നിങ്ങൾക്കൊപ്പമാണ്. അതെ, എം ഹസൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എല്ലാ തീരുമാനം ചോദിക്കുന്ന കാര്യങ്ങൾ പറയും. സമൂഹ മാധ്യമങ്ങൾ പറയുമ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുമോ? ഘടകകക്ഷികളല്ലല്ലോ പാർലമെന്ററി പാർട്ടി അതിന് പ്രഖ്യാപിക്കുക. തീരുമാനം ഹൈക്കമാൻഡ് എടുക്കണം. ഘടകകക്ഷികൾ തീരുമാനത്തിൽ വലിയ കാര്യമില്ല. അതേസമയം തന്നെ ജനവികാരം മാനിച്ചാണല്ലോ UDF അധികാരത്തിൽ വന്നത് എന്നുകൂടി എം ഹസൻ പറയുന്നുണ്ട്. വാക്കുകൾക്കിടയിലൂടെ ആർക്കൊപ്പമാണ് എന്ന് പിടിതരുന്നില്ല ഹസൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.